നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, ആബ്സല്യൂട്ട്ലി മാസീവ്. തുടർച്ചയായ മൂന്നാമത്തെ വിജയമാണ് SRH സ്വന്തമാക്കിയിരിക്കുന്നത്. വാവ് വാവ് നോക്കുക, അവർ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു, CSKക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു, DCക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് ജയിക്കുന്നു. ടോസ് ലഭിക്കുന്നില്ല, പക്ഷേ വിജയം തുടർച്ചയായിട്ട് നേടുന്നു. IPLൻ്റെ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട് SRH. എന്തൊരു ബാറ്റിംഗ് പ്രകടനമാണ് അഭിഷേകിൻ്റേത്. ഒപ്പം പറയണം ഇസാൻ മലിംഗയുടെ ബൗളിങ്ങും. അദ്ദേഹം 4 ഓവറിൽ 32 റൺസിന് 4 വിക്കറ്റാണ് വീഴ്ത്തിയത്. സോ കിടിലൻ പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നു. SRH ഈ കളി DCയെ തോൽപ്പിച്ചത് 47 റൺസിനാണ്. ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 2 വിക്കറ്റ് 242 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 9 വിക്കറ്റിന് 195 റൺസിലേക്ക് എത്താനേ DCക്ക് കഴിഞ്ഞുള്ളൂ. ഈ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയത് അഭിഷേകിൻ്റെ ബാറ്റിംഗ് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ 150 മുകളിലേക്ക് അദ്ദേഹം പോകുമെന്ന് കരുതി. അവസാനം ഒന്ന് സ്ലോ ആയി പോയില്ലേ എന്ന് സംശയിക്കാനുണ്ട്. പക്ഷേ 10 4ഉം 10 6ഉം അങ്ങനെ തന്നെ അദ്ദേഹം സെഞ്ചുറി നേടി കഴിഞ്ഞിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. അഭിഷേക് ശർമ്മ 68 പന്തുകൾ 198.53 സ്ട്രൈക്ക് റേറ്റിൽ 135 റൺസ് അടിച്ചാണ് അദ്ദേഹം പുറത്താകാതെ നിന്നത്. ട്രാവിസ് ഹെഡിനൊപ്പമുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 97 റൺസ് അദ്ദേഹം അടിച്ചിരുന്നു. 9-ാമത്തെ ഓവറിൽ ട്രാവിസ് ഹെഡ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 26 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 37 റൺസായിരുന്നു. പിന്നീട് ഇഷാൻ കിഷനൊപ്പമായി മുന്നോട്ടുള്ള പോക്ക്. ഇഷാൻ കിഷനോടൊപ്പം 79 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് അഭിഷേക് ഉണ്ടാക്കിയത്. അതിൽ പക്ഷേ ഇഷാൻ കിഷൻ്റെ സംഭാവന 13 പന്തിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം 25 റൺസായിരുന്നു. ബാക്കിയൊക്കെ അഭിഷേകിൻ്റെ തന്നെ സംഭാവനയായിരുന്നു. ഹെൻറി ക്ലാസൻ അവസാനം അഭിഷേകിനൊപ്പം കിടലായിട്ട് ഫിനിഷ് ചെയ്തു. 13 പന്തിൽ നിന്ന് 3 4ഉം 3 6ഉം അടക്കം 284.62 സ്ട്രൈക്ക് റേറ്റിൽ 37 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നപ്പോൾ അഭിഷേക് 68 പന്തുകൾ 10 4ഉം 10 6ഉം അടക്കം 135 റൺസാണ് അടിച്ച് പുറത്താകുന്നത്. 243 എന്ന വമ്പൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ DCക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. 3-ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ തന്നെ പഥും നിസാങ്ക മടങ്ങി. അദ്ദേഹം 6 പന്തിൽ നിന്ന് 8 റൺസാണ് അടിച്ചത്. പുതുതായിട്ട് സ്കോഡിലേക്ക് എത്തിയ മധുഷാങ്കയാണ് നിസാങ്കയെ മടക്കി വിട്ടത്. KL രാഹുലിനോടൊപ്പം നിതീഷ് റാണ ഫോമിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ. പക്ഷേ 10-ാമത്തെ ഓവറിൽ KL രാഹുൽ മടങ്ങുമ്പോൾ 107 റൺസായിരുന്നു സ്കോർ ബോർഡിൽ. ആ വേഗം മതിയാവുമായിരുന്നില്ല. KL രാഹുൽ 23 പന്തിൽ നിന്ന് 1 4ഉം 3 6ഉം അടക്കം 37 റൺസാണ് അടിച്ചത്. നിതീഷ് റാണ 30 പന്തുകളിൽ നിന്ന് 57 റൺസ് അടിച്ചു. ഇസാൻ മലിംഗയാണ് മടക്കി വിട്ടത്. പിന്നാലെ ഡേവിഡ് മില്ലറെ ഗോൾഡൻ ഡക്കാക്കി വിട്ടു മലിംഗ. സ്റ്റെപ്സിനെ 16 പന്തിൽ നിന്ന് 27 റൺസിന് മടക്കി വിട്ടു മലിംഗ. അശുതോഷ് ശർമ്മയെ 10 പന്തിൽ നിന്ന് 14 റൺസിന് മടക്കി വിട്ടു മലിംഗ. അവിടെ തീർന്നു DCയുടെ പോരാട്ട വീര്യം. അതേസമയം സമീർ റിസ്വി ആദ്യ 2 കളികൾ നന്നായി കളിച്ചു, പിന്നെ മോശമായിരുന്നു. പക്ഷേ ഈ കളിയിൽ അദ്ദേഹം 28 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 41 റൺസാണ് അടിച്ചത്. അക്സർ പട്ടേൽ 2 റൺസുമായിട്ട് മടങ്ങിപ്പോയപ്പോൾ ലുങ്കി എങ്കിഡിയെ ഗോൾഡൻ ഡക്കാക്കി വിട്ടു. അങ്ങനെ അർഷ്ദ്യൂബ് 2 വിക്കറ്റുകൾ വീഴ്ത്തുന്ന കാഴ്ച. 2 ഓവറിൽ 11 റൺസിന് 3 വിക്കറ്റാണ് മൊത്തത്തിൽ അദ്ദേഹം നേടിയത്. ഏതായാലും എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം ഇസാൻ മലിംഗയുടെ തന്നെയാണ്. 4 ഓവറിൽ 32 റൺസിന് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. അങ്ങനെ SRH DCയെ 195 റൺസിൽ ഒതുക്കി 47 റൺസിൻ്റെ ഗംഭീര വിജയം നേടി. ഇപ്പോൾ IPLൻ്റെ പോയിന്റ് പട്ടികയിൽ അവരിതാ കുതിച്ചുയരുന്ന കാഴ്ച. 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 7 കളികളിൽ നിന്ന് 4 വിജയവും 3 തോൽവിയുമായിട്ട് 8 പോയിന്റോടെ +0.82 നെറ്റ് റൺ റേറ്റോടെ അവർ 3-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.